നമസ്കാരം. നിയമവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിൽ ഇന്നത്തെ വിഷയം പിരിയരുത് പരിഹാരമുണ്ടാക്കാം. നിയമവേദിയിൽ ഇന്ന് ഈ വിഷയം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കുടുംബ കോടതിയുടെ അപ്പീൽ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏറെ വൈകാരികമായ നിമിഷമായിരുന്നു കോടതിയിൽ. ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും ആ നിമിഷം മാറിയിട്ടില്ല. 2 ദിവസം എനിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചില്ല. യാഥാർത്ഥ്യമായി ഞാൻ പറയുകയാണ്. അതുപോലെ ഹൃദയവേദനയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും അത് വേദനാജനകമായി. അത്രയും വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. ആ സംഭവമാണ് എന്നെ ഈ വിഷയം ഇവിടെ പറയാൻ ഉളവാക്കിയത്. ഒരു കുട്ടിയുടെ കസ്റ്റഡി സംബന്ധിച്ചായിരുന്നു. നിലവിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ അമ്മ കുട്ടിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഞാനിവിടെ പറയുന്നില്ല. അതിലെ വൈകാരികമായ നിമിഷങ്ങൾ മാത്രം ഞാൻ പറയാം. വേദനാജനകരമായ നിമിഷം. 2 ദിവസം കുട്ടിയെ അമ്മയ്ക്ക് കൈമാറാനായി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ ഈ കുഞ്ഞ് അച്ഛൻ്റെ അരികിൽ നിന്നും അമ്മയുടെ അരികിലേക്ക് പോവില്ല. അച്ഛനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അമ്മയോടൊപ്പം പോവില്ല. കുഞ്ഞിൻ്റെ ആ ഒരു മാനസികാവസ്ഥ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതിക്ക് പോലും വളരെ ഇമോഷണലായി ആ സംഭവം. ആ നിമിഷമാണ് എന്നെ ഇത്തരത്തിലൊരു വിഷയം ഇന്ന് ഈ നിയമവേദിയിൽ പറയാൻ ഉണ്ടായ സാഹചര്യം. എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ആ കുഞ്ഞിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ. എഡ്യൂക്കേഷൻ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, എങ്കിലും നിസാര കാര്യത്തിലാണ് 1ഉം 2ഉം പറഞ്ഞ് ഡൈവേഴ്സ് കൊടുക്കുന്നത്. 10 വർഷം മുമ്പുള്ള കുടുംബങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫെസിലിറ്റിയും അന്ന് ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബത്തിൽ ആൾക്കാർ ഏറെയായിരുന്നു. ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഇന്ന് ഉപയോഗിക്കുന്ന മെഷീനറി ഒന്നുമില്ലായിരുന്നു. എന്നിട്ടും എല്ലാ ബന്ധങ്ങളിലും അന്ന് സ്നേഹമായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ചോദിക്കാൻ ഇടയാകരുതേ അമ്മ എവിടെ, അച്ഛൻ എവിടെ എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കുടുംബജീവിതം മടുത്തു, ഇനി വേണ്ട, ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ കഥയൊന്ന് കേട്ടു നോക്ക്. വിവാഹമോചനത്തിന് എടുത്ത 2 കേസ് ഞാൻ പറയാം. എന്നെ ഭർത്താവ് വിളിക്കുന്നു, ഞാൻ ഡൈവേഴ്സ് വെച്ചതാണ്, എനിക്ക് മാനസികമായി ഭയങ്കര ഡിപ്രഷൻ, ജോലിയിൽ ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് മിസ് ചെയ്യുന്നു, രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് ഭർത്താവ് പറയുന്നു. അടുത്തതായി ഭാര്യ, ഞാൻ ഡൈവേഴ്സ് വെച്ചതാണ്, എൻ്റെ കുട്ടിയുടെ ബാപ്പയെ വേണം എന്ന് പറഞ്ഞ് ഭാര്യയും വിളിക്കും. വേറൊരാൾ, എൻ്റെ ഭർത്താവ് ക്രൂരനാണ്, എനിക്ക് ഡൈവേഴ്സ് വേണം. അങ്ങനെ ഒരുപാട് കേസ് എനിക്കുണ്ടായി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. ലൈഫിലേക്ക് പോയി നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇവരുടെ ലൈഫ് ഉണ്ടാകുന്ന ചെറിയ കാര്യം, വലിയ പ്രശ്നം, ചെറിയ ഈഗോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യയുടെ അനിയത്തിക്കും ഡ്രസ്സ് വാങ്ങിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഭാര്യയുടെ ഡ്രസ്സ് പാകമായില്ല, ഭാര്യയുടെ അനിയത്തിയുടെ ഡ്രസ്സ് പാകമായി. പിന്നെ എന്തു പറയാൻ, അവിടെ തുടങ്ങി ഡിസ്പ്യൂട്ട്. ഭർത്താവിൻ്റെ അച്ഛൻ കയറി വന്നപ്പോൾ ഭാര്യ എഴുന്നേറ്റില്ല, കാലുമേ കാല് വെച്ചിരുന്നു. അങ്ങനെ നിസ്സാര കാര്യങ്ങൾ. ഭാര്യയോട് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു, കൊണ്ടുവന്നില്ല. അപ്പോൾ ഭാര്യ അഹങ്കാരി. അങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാറുള്ളത്, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ കാരണങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കാരണം സെർച്ച് ചെയ്താൽ പ്രോബ്ലം ഉണ്ടാകത്തേ ഉള്ളൂ. അവിടെ എപ്പോഴും നെഗറ്റീവായിരിക്കും. എപ്പോഴും വി ഷുഡ് സെർച്ച് ഫോർ ലവ്. നമുക്ക് 2 പേർക്കും കുട്ടികളില്ലേ, അതൊരു കാരണമല്ലേ? ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ലൈഫ് ആണെങ്കിൽ പോലും ഇപ്പോൾ വിവാഹമോചനത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് ഡോണ്ട് സെപ്പറേറ്റ് എന്ന തീരുമാനം എടുക്കണം. ഐ ഹാവ് 100 റീസൺ ഫോർ ഫൈറ്റ് വിത്ത് മൈ വൈഫ്. നിങ്ങൾ അങ്ങോട്ട് നോക്കണം. ഭാര്യയിൽ കാണുന്ന നല്ല കാര്യങ്ങൾ എടുക്കുക. 10 കാരണം മതി സ്നേഹിക്കാൻ. 100 കാരണങ്ങളുണ്ട് അടിയുണ്ടാക്കാൻ. പക്ഷേ 10 കാരണം മതി സ്നേഹിക്കാൻ. ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഓർഫനേജിലെ ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു. കുഞ്ഞുങ്ങളെ റെയിൽവേ സ്റ്റേഷന്, ഡസ്റ്റ്ബിൻ അങ്ങനെയൊക്കെ ഉപേക്ഷിച്ച് പോയവരാണ് ഈ ഓർഫനേജിൽ. അവരുടെയൊക്കെ അച്ഛൻ അമ്മ ആര് എന്നൊന്നും അവർക്കറിയില്ല. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ വാത്സല്യത്തോടെയാണ് എന്നെ സ്വീകരിച്ചത്. ആകാംക്ഷയാണ്, ആരാണ്? ഒരു പ്ലസന്റ് ഫേസ് ആരിലും കണ്ടില്ല. കണ്ണിൽ പ്രതീക്ഷ. എൻ്റെ അമ്മയാണോ? എൻ്റെ അമ്മ ആരാ?
ഞാൻ കൊടുത്ത മിഠായിയും കഴിച്ച് ആടിയും പാടിയും ABCD ഒക്കെ ചൊല്ലി അവർ ആർത്തുല്ലസിച്ചു. ഞങ്ങൾക്ക് ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ടീച്ചറാകണം എന്നൊക്കെ പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും അവരുടെയൊക്കെ മുഖത്ത് ആ വിഷമമുണ്ട്. അച്ഛനും അമ്മയും ആരാണ്? ഹൂ ആമായി, എൻ്റെ അച്ഛനും അമ്മയും ആരാണ്? നിങ്ങൾ ഡൈവേഴ്സ് ചെയ്തോളൂ, പക്ഷേ ഈ കുഞ്ഞുങ്ങൾ നിസ്സാര കാര്യങ്ങളിൽ നിങ്ങൾ ഡൈവേഴ്സ് ചെയ്തത് ഈ കുട്ടികൾക്കറിയില്ല. പക്ഷേ അച്ഛനും അമ്മയും ആരാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം. ഓർഫനയിലെ കുട്ടികൾക്ക് അറിയില്ല അച്ഛനും അമ്മയും ആരാണെന്ന്. ചെറിയ ഈഗോയുടെ പേരിൽ ഡൈവേഴ്സ് ചെയ്തോളൂ, പക്ഷേ ഭർത്താവിന് പുതിയ ഭാര്യയെ കിട്ടും, ഭാര്യയ്ക്ക് പുതിയ ഭർത്താവിനെയും കിട്ടും. പക്ഷേ നമ്മുടെ കുട്ടികൾ വീണ്ടും ഓർഫനാകും. അതായത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന ഈ കുട്ടികളെ പോലെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനാഥ കുട്ടിയായി മാറും. അവർക്ക് ഒരിക്കലും അമ്മയെയും അച്ഛനെയും റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ചെറിയ ഈഗോയ്ക്ക് വേണ്ടി, വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അനാഥരാക്കണോ? നിങ്ങൾ ചിന്തിക്കുക, വേണോ വേണ്ടയോ? പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ ചെയ്യാറുള്ളത്, നമ്മൾ പ്രശ്നമുണ്ടാക്കാൻ കാരണം സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഡോണ്ട് സെപ്പറേറ്റ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രശ്നമില്ലാത്ത ജീവിതമില്ല. നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ ആ ലൈഫിൽ പ്രശ്നമില്ലെന്ന് തോന്നും, പക്ഷേ അവിടെയും പ്രശ്നമുണ്ട്. 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു ജീവിതവുമില്ല. എല്ലായിടത്തും ഒരു കാരണം അല്ലെ മറ്റൊരു കാരണം. അത്തരത്തിലുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിസ്സാര പ്രശ്നങ്ങൾ. ചെറിയ ഈഗോകൾക്ക് വേണ്ടി ഉടനടി ഡൈവേഴ്സ് തീരുമാനം എടുക്കരുത്. ഡൈവേഴ്സ് നമ്മുടെ അവസാന തീരുമാനമായിരിക്കണം. ഒരുപാട് ചിന്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുള്ള അമ്മയും അച്ഛനും ഒരിക്കലും ഡൈവേഴ്സ് എടുത്ത് ചാടരുതേ. ആ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ, അതൊരു കാരണമല്ലേ? നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാരണമല്ലേ അത്? 90% പ്രശ്നങ്ങളാണെങ്കിലും ഒരു കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതൊരു സ്നേഹമല്ലേ? അവരെ ഓർത്ത് നിങ്ങൾ ഇതിന് മുതിരാതിരിക്കുക. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ ഇഫ് നോട്ട് ലൈഫ് ക്യാൻ ബി മെയ്ഡ് ബ്യൂട്ടിഫുൾ. ജീവിതം സുന്ദരമാണ്, ജീവിതം സുന്ദരമായിരിക്കും ഇല്ലെങ്കിൽ ജീവിതം മനോഹരമാക്കാം. അവസാനമായി ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഡോണ്ട് സെപ്പറേറ്റ് ലൈഫ്. കുഞ്ഞുങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങളുള്ള അമ്മയും അച്ഛനും ഒരിക്കലും പിരിയരുതേ. അടുത്ത നിയമവേദിയിൽ അടുത്ത വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.